ഇത് HSBL ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സൊല്യൂഷന്റെ മാനേജറായ ശ്രീ സണ്ണി ഫിലിപ്പ് സാർ നമ്മളൊപ്പം ചേരുകയാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ സാറ് പറയുന്നതായിരിക്കും നമ്മുടെ വ്യൂസിന് വേണ്ടി. സർ, ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് കണ്ണമാലി എന്ന സ്ഥലത്താണ്. HSBL എന്ന കമ്പനിയാണ് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്. HSBL ബിൽഡിംഗ് സൊല്യൂഷൻസ്. ഈ കെട്ടിടം ഈ വശത്തായിട്ട് 6 ഇഞ്ച് ചരിഞ്ഞായിരുന്നു, ഈ വശത്തേക്ക് 8 ഇഞ്ച് ചരിഞ്ഞിരുന്നു. ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കുറച്ച് ചതുപ്പ് നിലമാണ്. അപ്പൊ അങ്ങനെ കെട്ടിടം ചരിഞ്ഞു പോയേക്കുന്നത്. അപ്പൊ അത് ആദ്യം ശരിയാക്കാൻ വേണ്ടി ഞങ്ങൾ ആദ്യം ബാംബുവിന്റെ ഒരു ബെഡ് റെഡിയാക്കുകയാണ് ചെയ്തേക്കുന്നത്. അപ്പം ബാംബു ഇങ്ങനെ അടിച്ച് താഴെ എവിടെ വരെ പോകുന്നുണ്ട് അത്രയും താഴ്ത്തിയിട്ടുണ്ട്. 5-6 അടിക്കുള്ളിൽ ചെയ്തിട്ടുണ്ട്. അത്രയും താഴ്ത്തിട്ട് ഒരു ബെഡ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് 140 സെന്റിമീറ്റർ വീതിയിലാണ് ചെയ്തേക്കുന്നത്. അതിന്റെ മുകളിലാണ് ഈ കാണുന്ന ബെഡ് വന്നേക്കുന്നത്. ബെൽറ്റ് അടിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ബെൽറ്റ് RCC ബെൽറ്റ് ചെയ്തേക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ തൊട്ട് ബ്രിക്ക് വർക്ക് ചെയ്ത് വന്നേക്കുന്നത്. അപ്പൊ ഇതെല്ലാം ജാക്കലാണ്, ഈ കാണുന്ന ജാക്കുകൾ ഉപയോഗിച്ചാണ് ഉയർത്തിയെടുത്തേക്കുന്നത്. ഈ കെട്ടിടം മൊത്തത്തിൽ 5 അടിയാണ് ഉയർത്തുന്നത്. 5 അടി. ഇപ്പൊ 3 അടിയോളം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾ സാധാരണ ഈ ബാംബു പൈലിംഗ് ഇങ്ങനൊന്നും എല്ലായിടത്തും ആവശ്യമില്ല. അതെ, ഇത് ചെറുപ്പത്തിലാണല്ലോ. അതെ, നല്ല സാധാരണയാണ്. കൂടി വന്ന 2 മാസം കൊണ്ട് ഞങ്ങളുടെ വർക്ക് കഴിയും. ഞങ്ങൾ ലിഫ്റ്റ് ചെയ്ത് ബ്രിക്ക് വർക്ക് ചെയ്ത് ഞങ്ങൾ മാറും. അത് ബാക്കി നിൽക്കുന്ന പണി അതിന് 2 മാസം കൂടി വന്ന് എടുക്കും. പ്ലാസ്റ്ററിംഗ് ചെയ്യണം, അപ്പുറം ഇപ്പുറം പ്ലാസ്റ്റർ ചെയ്യുന്നു, വാട്ടർ പ്രൂഫിംഗ് ചെയ്യുന്നു, പിന്നെ മണ്ണിട്ട് നിറയ്ക്കുന്നു. 4 months പിടിക്കും. നേരത്തെ നമ്മള് 2 മാസം 45 days പറഞ്ഞിരുന്നു. ഡിപെൻഡ് ചെയ്യും, വീടിന്റെ സൈസ് അനുസരിച്ച്. വീടിന്റെ സൈസ് അനുസരിച്ച് സ്ക്വയർ ഫീറ്റ് കണക്ക് കൂട്ടിയിട്ടാണ് വരുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ബേസിക്കലി നമുക്ക് 2 മാസം എന്തായാലും വേണ്ടി വരും. അതെ, സ്ക്വയർ ഫീറ്റിനാണ് റേറ്റ്. ഞങ്ങൾ 250 രൂപ സ്ക്വയർ ഫീറ്റ് ലിഫ്റ്റിംഗ് ചാർജസ് ചെയ്യുന്നത്, ലേബർ ചാർജാണ്. ബാംബു പൈലിംഗ് അതെല്ലാം അഡീഷണൽ ആണ് വരുന്നത്. ബാംബു പൈലിംഗ് വെച്ചാൽ പറഞ്ഞല്ലോ ഓൾറെഡി ഇത് ചതുപ്പ് നിലമാണ്, ശരിക്കും ഇരുന്ന് പോയത് കൊണ്ടാണ് ഇത് ചെയ്യേണ്ടി വന്നതെന്നാണ് സാർ പറയുന്നത്. അതില്ലാത്ത കേസുകളിലൊക്കെ ആണെങ്കിൽ 250 rupees പെർ സ്ക്വയർ ഫീറ്റിന് കേരളത്തിൽ എവിടെയും ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മെറ്റീരിയൽ ബ്രിക്സ്, സിമെന്റ്, മണൽ ഇതെല്ലാം കസ്റ്റമർ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അതായത് 250 കഴിഞ്ഞാൽ പിന്നെ വരുന്ന ചാർജസ്, അതായത് സിമെന്റ് അല്ലെങ്കിൽ കമ്പികള്, പിന്നെ ഈ പറഞ്ഞ കല്ലുകൾ, ഈ ഹോളോ ബ്രിക്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. ഹോളോ അല്ല, ഇത് കോൺക്രീറ്റ് ബ്ലോക്സ് ആണ്. സോറി, കോൺക്രീറ്റ് ബ്ലോക്സ് ആണ്. അതിനൊക്കെ നമ്മള് കസ്റ്റമറിന് ചാർജ് ലോക്കലി പർച്ചേസ് ചെയ്യുകയാണ്. ഇവിടെ തന്നെ പർച്ചേസ് ചെയ്യാന്നാണ് സാറ് പറയുന്നത്. ഞങ്ങൾ ചെയ്യുന്ന എപ്പോഴും വാട്ടർ ലെവൽ ചെക്ക് ചെയ്ത് ഒരേ ലെവലിലാണ് കെട്ടിടം ഉയർത്തി പോകുന്നത്. കെട്ടിടം ശകലെങ്കിൽ ചരിഞ്ഞെങ്കിലാണ് ക്രാക്ക്, ബിൽഡിങ്ങിന് ക്രാക്ക് വീഴാൻ സാധ്യത. ഇതൊക്കെ ഗ്ലാസ് ഒക്കെ പൊട്ടാൻ. ഈ വീട് 2-3 വർഷം അവർ താമസിച്ചു തോന്നുന്നു. അതെ, ആക്ച്വലി അഗ്രിമെന്റിൽ 30 വർഷം ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. 30 വർഷം ഗ്യാരണ്ടിയാ, നോട്ട് വാറന്റി, ഗ്യാരണ്ടിയാണ്. പിന്നെ എങ്ങനെ താന്നു കഴിഞ്ഞാൽ ഫുൾ റെസ്പോൺസിബിലിറ്റി കമ്പനി നോക്കിക്കോളൂ. ഓക്കെ സാർ, പിന്നെ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? ഇതിന്റെ ലീഗലി വല്ല പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ബാധിക്കുന്നുണ്ടോ? ഇല്ല, ഇത് റിനോവേഷൻ വർക്കിന്റെ ഭാഗമായിട്ടായിരുന്നു. അപ്രൂവൽ എടുക്കാനുണ്ടോ പഞ്ചായത്ത്? ഒന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരിക്കൽ കൂടി പറയുന്നു, 250 rupees പെർ സ്ക്വയർ ഫീറ്റ് വരുന്നത് ലിഫ്റ്റിംഗിന് മാത്രമാണ്, ലേബർ ചാർജസ് ആണ്. പിന്നെ വരുന്നത് ഈ റോ മെറ്റീരിയൽസിന്റെ ക്യാഷ് ഒക്കെ കസ്റ്റമേഴ്സ് ഡയറക്റ്റ് എടുക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു ഇനി എടുത്താൽ മതി, അല്ല ഒരുമിച്ചെടുത്ത് വെക്കണ്ട. ഒരുമിച്ചെടുക്കണ്ട, ജസ്റ്റ് ആ സ്റ്റേജ് ബൈ സ്റ്റേജിൽ എടുക്കാന്നാണ് സാറ് പറയുന്നത് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ താഴത്തെ സാറിനെ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്യാം. നമ്മുടെ കസ്റ്റമേഴ്സ്, നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി സാർ എന്താ പറയാനുള്ളത്? ഇത് ഇപ്പൊ ലിഫ്റ്റിംഗ് മാത്രമല്ല ഞങ്ങൾ ചെയ്യുന്നത്. ലിഫ്റ്റിംഗ് ഒരു വർക്കാണ്, ഏറ്റവും കൂടുതൽ വർക്ക് ലിഫ്റ്റിംഗിന് തന്നെ വരുന്നത്. ഇത് കൂടെ ഇപ്പൊ ഹൈവേ വൈഡനിങ് വരുന്നുണ്ട്, അപ്പൊ കെട്ടിടം പൊളിച്ചു കളയും അവര്. അപ്പൊ അത് നിങ്ങൾക്ക് പുറകിൽ സ്ഥലം ഉണ്ടെങ്കിൽ ഈ കെട്ടിടം ഇങ്ങനെ പുറകിലോട്ട് മാറ്റി വെച്ചു തരാം. അത് വെറൈറ്റി കാര്യമാണ്. അതെ, കൂടെ ഇപ്പൊ കെട്ടിടം ചരിഞ്ഞത് മാത്രമാണെങ്കിൽ അതിന് നൂർത്ത് കൊടുക്കാം. പിന്നെ ഇപ്പം ചില ഫ്ലാറ്റുകൾ അവിടെ പാർക്കിംഗ് അന്ന് ചെയ്ത സമയത്ത് 10-20 വർഷം മുന്നേ പാർക്കിംഗ് കാറുകൾ അവിടെ പാർക്കിങ്ങിന് വേണ്ടി ലിഫ്റ്റ് ചെയ്ത് കെട്ടിടം ലിഫ്റ്റ് ചെയ്തിട്ട് അവിടെ പാർക്കിംഗ് അറേഞ്ച് ചെയ്ത് ഫുൾ ഓപ്ഷൻ സംഭവം ഉണ്ട്, റിനോവേഷൻ വർക്ക് ഉണ്ട്. അതെ, ഓക്കെ. അപ്പൊ സാറ് പറഞ്ഞ പ്രകാരം നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, ഒരു ബിൽഡിംഗ് റീകൺസ്ട്രക്ഷൻ ചെയ്യണം അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന് ഒരു ഏരിയ നിങ്ങൾക്ക് കൂടുതൽ സ്ഥലം എടുക്കണം, അങ്ങനത്തെ എന്ത് കേസ് ഉണ്ടെങ്കിലും സാറിനെ ബന്ധപ്പെടാം.